ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മളൊരു അടിപൊളി രഹസ്യം കണ്ടുപിടിക്കാൻ പോവാണ്. ഒരു ഡിറ്റക്റ്റീവിനെ പോലെ. എന്താന്നല്ലേ, ഈ തത്തകളൊക്കെ എങ്ങനെയാ നമ്മളെപ്പോലെ സംസാരിക്കുന്നേ? ഭയങ്കര രസമുള്ളൊരു കാര്യമല്ലേ അത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. സംഭവം നടക്കുന്നത് ബ്രിട്ടനിലാണ്. അവിടെ ഒരു തത്തയുണ്ടായിരുന്നു. ഒരു സാധാരണ തത്തയല്ല, അതിന്റെ ഉടമയെപ്പോലെ നല്ല സ്റ്റൈലായിട്ട് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പറയുന്ന ഒരു തത്ത. ഭയങ്കര സ്മാർട്ടായിരുന്നു പക്ഷി. പക്ഷേ കുറേ കാലം കഴിഞ്ഞ്, ഏകദേശം 4 വർഷം. അതിനുശേഷം ആ തത്തയെ തിരികെ കിട്ടി. അപ്പോഴോ അവിടെയായിരുന്നു ട്വിസ്റ്റ്. അതിന് വലിയൊരു മാറ്റം സംഭവിച്ചിരുന്നു. ആ തത്തയുടെ ബ്രിട്ടീഷ് സ്റ്റൈലൊക്കെ പോയി. പകരം നിർത്താതെ സ്പാനിഷ് സംസാരിക്കാൻ തുടങ്ങി. ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയായി തത്തയ്ക്ക് ഇതൊക്കെ പറ്റുന്നത്? അപ്പോൾ ഡിറ്റക്റ്റീവ്സ് റെഡിയല്ലേ? ഈ കേസ് നമുക്ക് ഒരുമിച്ച് തെളിയിക്കണം. ഒരു പക്ഷിക്ക് എങ്ങനെ ഒരു പുതിയ ഭാഷ പഠിക്കാൻ പറ്റും? നമുക്ക് സൂചനകൾ അന്വേഷിച്ചു തുടങ്ങാം. നമ്മുടെ ഒന്നാമത്തെ സൂചന ഇതാണ്. എന്തിനായിരിക്കും തത്തകൾക്ക് ഇത്രയധികം സംസാരിക്കാനിഷ്ടം? ഉത്തരം സിമ്പിളാണ്. അവർക്ക് കൂട്ടുകാരോടൊപ്പം ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെപ്പോലെ തന്നെ അവർ ഭയങ്കര സോഷ്യലാണ്. ഇപ്പൊ നോക്കിക്കേ, എല്ലാ തത്തകളും ഒരുപോലെയല്ല. ചില തത്തകൾ, ഈ മങ് പാരക്കീറ്റുകൾ എന്നൊക്കെ പറയുന്നവര്, വലിയ കൂട്ടമായിട്ടാ ജീവിക്കുന്നേ. അപ്പോൾ ആൾക്കൂട്ടത്തിൽ ശ്രദ്ധ കിട്ടാൻ ഞാനിവിടുണ്ട് എന്നൊക്കെ വിളിച്ചു കൂവും. പക്ഷേ ആമസോൺ തത്തകളില്ലേ, അവര് ചെറിയ ഗ്യാങ്ങായിട്ടാ നടക്കുന്നേ. അപ്പോൾ ആ ഗ്യാങ്ങിൽ ചേരണമെങ്കിൽ എല്ലാരെയും പോലെ സംസാരിക്കണം. ഒരുതരം സീക്രട്ട് കോഡ് പോലെ. അല്ലെങ്കിൽ കൂട്ടത്തിൽ കൂട്ടില്ല. ഓക്കേ, അപ്പോൾ എന്തിനാ സംസാരിക്കുന്നതെന്ന് നമുക്ക് പിടികിട്ടി. ഇനി അടുത്ത സൂചന. ഇതെങ്ങനെ ഇവർക്ക് പറ്റുന്നത്? ഈ ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ അവരുടെ കയ്യിൽ എന്ത് സൂപ്പർ പവറാ ഉള്ളത്? നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങളൊന്ന് ഹലോ എന്നു പറഞ്ഞു നോക്കിക്കേ. എങ്ങനെയാ ആ ശബ്ദം പുറത്തു വരുന്നത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ തൊണ്ടയുടെ മുകളിൽ ഒരു വോയിസ് ബോക്സ് ഉണ്ട്. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ അതവിടെ തട്ടി ശബ്ദമുണ്ടാകും. പിന്നെ നമ്മുടെ നാക്കും ചുണ്ടുമൊക്കെ ഉപയോഗിച്ച് നമ്മളതിനെ ഹലോ എന്ന വാക്കാക്കി മാറ്റുന്നു. സിമ്പിൾ. എന്നാൽ തത്തകളുടെ കാര്യം അങ്ങനെയല്ല. അവരിത് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി വേറെ രീതിയിലാണ്. കേൾക്കാൻ റെഡിയാണോ? ഇത് ശരിക്കും രസമുള്ളൊരു കാര്യമാണ്. അവരുടെ വോയിസ് ബോക്സ് സിറിങ്സ് എന്നു പറയും. അത് തൊണ്ടയുടെ മുകളിലല്ല, ശ്വാസനാളത്തിന്റെ താഴെയാണ്, നെഞ്ചിന്റെ ഭാഗത്താണ്. എന്നിട്ട് അവരുടെ നല്ല ബലമുള്ള നാക്കും കൊക്കും ഉപയോഗിച്ച് ആ ശബ്ദത്തെ പല വാക്കുകളാക്കി മാറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു മെഗാഫോൺ ഫിറ്റ് ചെയ്ത പോലെയുണ്ട്. അപ്പോ സംസാരിക്കാനുള്ള കാരണമായി, അതിനുള്ള ഉപകരണങ്ങളുമായി. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ആരാ? അതെ, തത്തയുടെ തലച്ചോർ തന്നെ. നമുക്ക് ആ തലച്ചോറിനുള്ളിലെ ചില രഹസ്യങ്ങൾ കണ്ടുപിടിക്കാം. റെഡിയല്ലേ? ഇപ്പോ പാട്ടുപാടുന്ന സാധാരണ പക്ഷികളില്ലേ, അവരുടെ തലച്ചോറിൽ പാട്ട് പഠിക്കാൻ ഒരു പ്രത്യേക ഭാഗമുണ്ട്. അതിനെ സോങ് സിസ്റ്റം എന്ന് പറയാം. പക്ഷേ തത്തകൾക്ക് ആ സോങ് സിസ്റ്റമുണ്ട്, കൂടെ ഒരു എക്സ്ട്രാ സിസ്റ്റം കൂടിയുണ്ട്, ഒരു ബോണസ് പോലെ. ഈ എക്സ്ട്രാ പവറാണ് പുതിയ പുതിയ ശബ്ദങ്ങൾ, നമ്മൾ സംസാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ അവരെ സഹായിക്കുന്നത്. ഒരു സൂപ്പർ പവർ കിട്ടിയ പോലെ. ഈ സൂപ്പർ ബ്രെയിൻ പവറുകൊണ്ട് തത്തകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയോ? സ്വന്തം പേരും അഡ്രസ്സും വരെ പറയാൻ പറ്റും. ചില തത്തകൾ പാട്ടുപാടും, ഡാൻസ് കളിക്കും, നായെപ്പോലെ കുരയ്ക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ പറയുന്ന ചില ചീത്ത വാക്കുകളും പഠിച്ചെന്നിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. ആ അവസാനത്തെ കാര്യം ആരും പഠിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ഓക്കേ, അപ്പോൾ അവർക്കെങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് കഥയിലെ ഏറ്റവും വലിയ ചോദ്യം വരാൻ പോകുന്നേയുള്ളൂ. അവർ ഈ പറയുന്നതൊക്കെ അവർക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? മിക്കവാറും സമയത്തും അവർ നമ്മളുമായി കൂട്ടുകൂടാൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. ചുറ്റും വേറെ തത്തകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളാണ് അവരുടെ ഫാമിലി. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൂടാനായി നമ്മളെപ്പോലെ സംസാരിക്കുന്നു. ഒരു വാക്ക് പറയുമ്പോൾ നമ്മൾ ചിരിക്കുന്നതും അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതുമൊക്കെ കാണുമ്പോൾ ഇത് കൊള്ളാലോ എന്ന് കരുതി അവരത് വീണ്ടും വീണ്ടും പറയും. പക്ഷേ കഥ അവിടെ തീർന്നില്ല. ചില സമയങ്ങളിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പ്രത്യേകിച്ച് നന്നായി പഠിപ്പിച്ചാൽ ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ടെന്നവർ തിരിച്ചറിയും. ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ തത്തയുണ്ടായിരുന്നു. പേര് അലക്സ്. ഒരു ആഫ്രിക്കൻ ഗ്രേ തത്ത. 100-ലധികം വാക്കുകൾ അവനറിയാമായിരുന്നു. സാധനങ്ങൾ തിരിച്ചറിയാനും എണ്ണാനും നിറങ്ങൾ പറയാനുമൊക്കെ അവന് പറ്റുമായിരുന്നു. പക്ഷെ അവൻ ചെയ്ത ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്നറിയോ? ഒരു ദിവസം കണ്ണാടിയിൽ നോക്കിയിട്ട് അവൻ അതിനെ പഠിപ്പിക്കുന്ന ആളോട് ചോദിച്ചു, "എന്റെ നിറം എന്താണ്?" ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവൻ വെറുതെ ഒരു വാക്ക് പറയുകയായിരുന്നില്ല, അവന് ശരിക്കും ഉത്തരം അറിയണമായിരുന്നു. സ്വന്തമായൊരു ചോദ്യം ചോദിച്ച ആദ്യത്തെ പക്ഷി. അപ്പോൾ നമ്മൾ ആ വലിയ രഹസ്യം കണ്ടുപിടിച്ചു. തത്തകൾക്ക് സംസാരിക്കാൻ മാത്രമല്ല ചിന്തിക്കാനും കഴിയും. പക്ഷേ നമ്മുടെ ഈ കേസ് ഇവിടെ തീർന്നിട്ടില്ല.
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. സങ്കടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാട്ടിലുള്ള ഒരുപാട് തത്തകൾ ഇപ്പോൾ അപകടത്തിലാണ്. ചിലർ അവയെ പിടിക്കാൻ ശ്രമിക്കുന്നു, പിന്നെ അവർ ജീവിക്കുന്ന കാടുകളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും കഷ്ടമാണ്. അതുകൊണ്ട് ഈ മിടുക്കന്മാരായ തത്തകളെക്കുറിച്ച് നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്താ? അവരെ അവരുടെ വീട്ടിൽ, അതായത് കാട്ടിൽ സുരക്ഷിതമായി ജീവിക്കാൻ സഹായിക്കണം. നമ്മൾ വിചാരിച്ചാൽ അത് പറ്റും. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത്രയും ബുദ്ധിയുള്ള ഈ തത്തകൾക്ക് നമ്മളോട് പറയാനായി ഇനിയും എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും ഉണ്ടാവുക, അല്ലേ? നമ്മൾ അവരെ സംരക്ഷിച്ചാൽ ചിലപ്പോൾ അവർ നമ്മളെ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചേക്കാം. അപ്പോ ഈ രഹസ്യം കണ്ടുപിടിക്കാൻ എന്റെ കൂടെ കൂടിയ എല്ലാ ഡിറ്റക്റ്റീവുകൾക്കും നന്ദി. ബൈ ബൈ.